പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാവരും റിപ്പോർട്ടർ ടി.വി ചാനൽ, വാർത്താ ചാനൽ കാണുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ കണ്ണിങ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് തന്ത്രം പയറ്റുന്ന ചാനലാണ് റിപ്പോർട്ടർ ടി.വി എന്ന് പറയാം. കാരണം നമ്മൾ ആ വാർത്താ പാനൽ എടുത്തു നോക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട് എന്ന രണ്ടാളുകൾ കോൺഗ്രസിൻ്റെ ഒരു അനുഭവം പ്രകടിപ്പിക്കുന്നു. സുജയ പാർവതി സംഘപരിവാർ അനുകൂല രാഷ്ട്രീയത്തിൻ്റെതായ അഭിപ്രായം പറയുന്നു. ഡോക്ടർ അരുൺകുമാർ, നേരത്തെ നികേഷ് കുമാർ, അദ്ദേഹം ഇപ്പോൾ ചാനൽ വിട്ടുപോയിട്ടുണ്ട്, പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. അവർ രണ്ടുപേരും LDFിൻ്റെ CPM അനുഭാവ രാഷ്ട്രീയമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ കൂടി വ്യക്തമാകുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെല്ലാവരും ചാനലിലെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവർ പയറ്റുന്ന വളരെ വിദഗ്ധമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളെ തങ്ങളുടെ ചാനലുകളിലേക്ക് ആവാഹിക്കുക എന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. കാരണം എല്ലാ പാർട്ടിക്കാരും അവരുടെ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് ചാനലിൽ സംസാരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു കോരിത്തെരിപ്പും വികാരമൊക്കെ ഉണ്ടാകും. അതിനെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം റിപ്പോർട്ടർ TV പയറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ വിദഗ്ധമായി സംഘപരിവാര രാഷ്ട്രീയം തിരികെ കയറ്റുന്ന ഒരാളുണ്ട്, സുജയ പാർവതി. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമെങ്കിലും രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ അവരുടെ ആശയങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സുജയ പാർവതിക്ക് കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കാറില്ല എന്നാണ് വാസ്തവം. ഇന്നലെ പാലക്കാട് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനിടയിൽ ഒരു 10-15 STPക്കാർ ഞങ്ങളാണ് ഷാബി പറമ്പലിനെ വിജയിപ്പിച്ചത് എന്നതിൻ്റെ പേരിൽ പാലക്കാട് ടൗണിൽ കൂടി ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കാണാനിടയായി. റിപ്പോർട്ടർ ചാനലിലാണ് അത് ആദ്യമായി കിട്ടിയത്. സുജയ പാർവതി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. STPയുടെ പിന്തുണയിൽ കൂടിയാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത് എന്ന് പറയുകയും ചെയ്തു. പിന്നെ CPMഉം BJPയും ഒക്കെ അത് ഏറ്റെടുത്തു. വളരെ വലിയ കോലാഹലമുണ്ടാക്കി. നമുക്കറിയാം STP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ വളരെ വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ്. നമ്മളൊരു നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കെടുത്താൽ അറിയാൻ പറ്റും. പക്ഷേ അവരെപ്പോഴും കാണിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ചില നോവലിലൊക്കെ മുഹമ്മദ് ബഷീറിൻ്റെ ചില നോവലിലെ കഥാപാത്രങ്ങളെ പോലെ എവിടെയെങ്കിലും ജയിച്ചാൽ അത് ഞങ്ങളുടെ കരുത്തിലാണ് എന്ന് പറഞ്ഞു നടക്കുക അവരുടെ ഒരു സ്വഭാവമാണ്. അത് പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ലോക്സഭ നിയമസഭാ ഇലക്ഷനിലുമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ SDPI പ്രവർത്തകർ മിക്കപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ഏത് പാർട്ടിയുടെ ആണ് എന്നവർ പറയത്തില്ല. പക്ഷേ ഏതെങ്കിലും പാർട്ടി ജയിച്ചാൽ അവർ തങ്ങളുടെ സ്വാധീന ഫലമായാണ്, തങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുകയാണ് അവരുടെ പതിവ്. അത് അവർക്ക് ഇവിടെ നിലനിൽക്കുവാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവമാണ്. രാഷ്ട്രീയമായ സ്വാധീനം എനിക്ക് STPIക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പിറന്ന മുസ്ലിം സമുദായത്തിനിടയിൽ ആ പ്രസ്ഥാനത്തിനുള്ള സ്വാധീനം വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. പക്ഷെ അവർ പവറുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഇങ്ങനെ ഇലക്ഷൻ ജയിക്കുമ്പോൾ അവർ മാത്രമല്ല, മിക്ക സംഘടനകളും ഇലക്ഷൻ ജയിക്കുമ്പോൾ ഇങ്ങനെ തെരുവിൽ പ്രകടനമൊക്കെ നടത്താറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കാരാണ് വിജയിപ്പിച്ചത് എന്നതിൻ്റെ പേരിലൊക്കെ പ്രകടനം നടത്താറുണ്ടെങ്കിലും അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നോക്കിയാൽ, വോട്ട് ബാങ്കൊക്കെ വെച്ച് നോക്കിയാൽ വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറയാം. മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത്തരം സംഘടനകളുടെ ആഭിമുഖ്യം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവാണ്. അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. കാരണം ഇത് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് സെക്കുലർ രാഷ്ട്രീയത്തോട്, മതേതര രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നേ സാധ്യമാകൂ എന്നൊരു തിരിച്ചറിവ് ആ സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം നേരത്തെ ഇത്തരം പ്രസ്ഥാനങ്ങളോട് ചില പ്രത്യേക കാലഘട്ടത്തിലെ അനുഭവം പുലർത്തിയിരുന്ന ആളുകൾ പോലും വളരെ സെക്കുലറായി മതേതരമായി ചിന്തിക്കുന്നു എന്നത് വളരെ പ്രോത്സാഹനാർഹവും അത് വളരെ അഭിനന്ദനാർഹവും തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ഒഴുക്ക് ഒന്നുമില്ല. സമൂഹത്തെ, പൊതുമാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ചിലയിടങ്ങളിൽ നടത്തുന്ന ശ്രമമാണ് ഏറ്റവും പരിതാപകരം. അല്ലാതെ അതിനനുസരിച്ചുള്ള ഒരു ഒഴുക്കൊന്നും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് ഇല്ല. മറിച്ച് അവർ അവിടെയൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ മറ്റ് സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുസ്ലിം സമുദായത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ളത് അത് മുസ്ലിം ലീഗിന് മാത്രമാണ്, മറ്റൊരു സംഘടനകൾക്കുമില്ല. അവർ വെച്ചു പുലർത്തുന്ന ഒരു മിതത്വം അല്ലെങ്കിൽ മിതവാദം അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള പക്വമായ നേതൃത്വമൊക്കെ ആ സംഘടനയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള ആൾക്കാർക്കറിയാം KMCC മുതലായ സംഘടനകൾ ചെയ്യുന്ന സാംസ്കാരികവും അതുപോലെയുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളൊക്കെ അവരെ ഈ മേഖലയിൽ അടിയുറപ്പിച്ച് നിർത്തുന്നുണ്ട്. അവർ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയം ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഉള്ള ഒരു രാഷ്ട്രീയമാണ് നല്ലതെന്ന് ആ സമുദായം തിരിച്ചറിയുന്നുമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മുസ്ലിം ലീഗിനോളമുള്ള രാഷ്ട്രീയ
സ്വാധീനം അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നതാണ്. നമ്മൾ സുസൈൻ രണ്ടത്താണിയെ മലപ്പുറത്ത് ഒരു സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചതാണ് ഒരു മുസ്ലിം സംഘടനയുടെ പിൻബലത്തോടുകൂടി CPM. അദ്ദേഹം വളരെ വലിയ വോട്ടിന് പരാജയപ്പെട്ടതാണ്. അങ്ങനെ മുസ്ലിം സംഘടനകൾ പിന്തുണച്ച സ്ഥാനാർത്ഥികളൊക്കെ അമ്പയെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ലീഗ് ഒഴിച്ചു ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഈ സമുദായത്തിനുള്ളിൽ സ്വാധീനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് SDPയുടെ പിന്തുണയിലാണ് വിജയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കാനുള്ളതാണ്. കൂടിപ്പോയാൽ ഒരു 100-300 വോട്ടിനപ്പുറം SDPക്ക് പാലക്കാട്ടൊന്നും വോട്ടില്ല. പിന്നെ എല്ലാ സംഘടനകളും പറയുന്നത് പോലെ അവർ വിജയിക്കുമ്പോൾ 3-4 കൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രകടനം നടത്തി നമ്മളാണ് വിജയിപ്പിച്ചത് എന്നതിൻ്റെ പേര്. അതിനപ്പുറം അവിടെ അവർക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തെ വിലയിടിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലം തന്നെയാണ്. ഞാൻ ഇനി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, പാലക്കാട് PDPയുടെ പിന്തുണ ആർക്കായിരുന്നു? പാലക്കാട് PDPയുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. അബ്ദുൽ നാസർ മഹദൂനിയുടെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം തുറന്നുവിട്ട പണ്ട് കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ഒരു ഭീകരത കേരളം അനുഭവിച്ചറിഞ്ഞതാണ്. പിന്നെ അദ്ദേഹം മനസ്താവുണ്ടായ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ മാറ്റമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിനുണ്ടാക്കിയ ഒരു ഭീകരത നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ PDPയുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു പാലക്കാട് എന്ന സത്യവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ള അബ്ദുൽ നാസർ മഹദൂനി എന്ത് അടിസ്ഥാനത്തിലാണ് PDP എന്ന് പറയുന്ന സംഘടന ഇടതുപക്ഷ മുന്നണിക്ക് പാലക്കാട് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എതിരെ വളരെ മോശമായ പരാമർശങ്ങളുമായിട്ട് ജയരാജൻ്റെ പുസ്തകം ഇപ്പോൾ പുറത്തിറക്കി അദ്ദേഹത്തെ ഭീകരവാദിയും മതവാദിയുമായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കൊടുത്തത് EK നായനാരാണെന്ന് അന്നത്തെ CPMൻ്റെ ഭരണ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. എന്നിട്ടും അദ്ദേഹം വീണ്ടും CPMന് അല്ലെങ്കിൽ LDFന് പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇനിയും എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുക എന്നതുകൊണ്ടാണ്. അതിനപ്പുറം അദ്ദേഹത്തിന് സമുദായത്തോടോ രാഷ്ട്രീയത്തോടോ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇനിയും എന്തെങ്കിലുമൊക്കെ CPM രാഷ്ട്രീയമായി എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടുകയാണെങ്കിൽ കിട്ടുമോ എന്നതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം മറ്റ് ഇതര സംഘടനകൾക്ക് അല്പം തീവ്രമായി ചിന്തിക്കുന്ന സംഘടനകൾക്ക് ഒക്കെയുള്ള അവരുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ അത് സമുദായ സംരക്ഷണമൊന്നുമല്ല, മറിച്ച് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറി അവരുടെ സ്പേസ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ വളരെ പക്വമായി സമുദായം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരം വോട്ട് ബാങ്കുകളിൽ ഇത്തരം ആളുകൾക്കിടയിലേക്ക് സമുദായം പോകുന്നില്ല. അവർ വളരെ പക്വമായിട്ടാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. അവരുടെ നിലനിൽപ്പിന്, ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇത്തരം സംഘടനകൾ അപകടകരമാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് വലിയ യാഥാർത്ഥ്യം. SDPക്കാർ അവർ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തങ്ങളാണ് വിജയിപ്പിച്ചത് എന്ന പേരിൽ ഇങ്ങനെ കൊടിയും ഒക്കെ പിടിച്ച് പാട്ടും പാടി നടക്കുന്നു എന്നതിനപ്പുറം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് വലിയൊരു ഘടകമൊന്നുമല്ല. ചിലപ്പോൾ വോട്ടുകളൊക്കെ വീണിട്ടുണ്ടാകും, 100-300 വോട്ടൊക്കെ വീണിട്ടുണ്ടാകും. പക്ഷേ 10-18,000 വോട്ടുകൾക്ക് വിജയിച്ച പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ SDP വലിയ സ്വാധീനമൊന്നുമല്ല, മറിച്ച് ചില വോട്ടുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അത് എല്ലാ ഇലക്ഷനും അങ്ങനെയാണ്. ഇലക്ഷനിൽ ചില സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സംഘടനകൾ അവരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും. വിജയിച്ചു കഴിയുമ്പോൾ അത് തങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. നമുക്കറിയാം, രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴാണ് ഒരു ഭരണമാറ്റം ഉണ്ടായത്. 2024 ഒരു ഭരണമാറ്റം ഉണ്ടായത്. പക്ഷേ 2011 അതുപോലെയുള്ള ഇലക്ഷനുകളിലൊക്കെ ഓരോ സാമുദായിക സംഘടനകളും മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ ഓരോ പാർട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുക. കാരണം അവർക്കറിയാം കേരളത്തിൽ ഒരു 5 വർഷം ഒരു പാർട്ടി ഭരിക്കും, അടുത്ത 5 വർഷം ഒരു പാർട്ടി ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ മാറി പാർട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു, സാമുദായിക സംഘടനകളും അതുപോലുള്ള ചെറിയ കടലാസ് സംഘടനകൾ. എന്നിട്ട് പറയും തങ്ങളുടെ കരുത്തിലാണ് വിജയിച്ചത്. അതുമാത്രമാണ് പാലക്കാട് SDPയുടെ അവകാശവാദത്തിലുമുള്ളത് എന്നാണ് ഏറ്റവും വലിയ പരമാർത്ഥം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം അത് കോൺഗ്രസിൻ്റെ വിജയമാണ്, മുസ്ലിം ലീഗിൻ്റെ വിജയമാണ്, RSP-Bയുടെ വിജയമാണ്, അത് UDFൻ്റെ പൊതുവായ വിജയമാണ്. ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക്, അദ്ദേഹത്തിന് സൗഹൃദങ്ങൾക്കുള്ള വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാൻ കേരള ലീഡർക്കുള്ള യുവനേതാവിനുള്ള വിജയമാണ് എന്നതിനപ്പുറം അതിൽ ഇത്തരം സംഘടനകളുടെ പങ്ക് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ 10-200-300 വോട്ടുകളെ കിട്ടിയിട്ടുണ്ടാകാം. അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയാം. എനിക്ക് സുജയ പാർവതിയോടൊക്കെ പറയാനുള്ളത്, ചാനലുകൾക്ക് പിറകിൽ ഇരുന്ന് ഇത്തരം സംഘപരിവാര അജണ്ടകൾ പടച്ചുവിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നല്ല, അവർക്ക് വഴിയൊരുക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്നാണ്. നിങ്ങളുടെ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തക പുലർത്തേണ്ട നിഷ്പക്ഷമായ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളുടെ പവിത്രത മനസ്സിലാക്കുമെന്നാണ്.
മാധ്യമപ്രവർത്തനം നിഷ്പക്ഷമായിരിക്കണം, നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം ഇടങ്ങളിൽ അതിനൊരു ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ഉൾക്കൊണ്ട് പ്രവർത്തിക്കൂ എന്നാണ്. വീണ്ടും സൗഹൃദത്തിൽ കഴിയുന്ന പരസ്പരം തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പല ചാനലുകളുടെയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇടയിൽ നിന്ന് നടക്കുന്നുണ്ട്. എന്നിട്ടും പരസ്പരം സഹകരിച്ചു നീങ്ങുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സാക്ഷിയെ, അല്ലെങ്കിൽ കേരളത്തിലെ മതങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്. കേരളത്തിൽ സമാധാനമായി ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയം കടത്തിവിടരുത് എന്നാണ് എനിക്ക് സുജയ പാർവതിയോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. ജയ് ഹിന്ദ്.